Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ആദ്യത്തെ ന്യൂസ് ബീഹാറിലെ ഗേൾ ചൈൽഡ് ട്രാഫിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. ഇത് GS പേപ്പർ 2 വരാവുന്നതാണ്. ഓക്കെ, അതായത് ഇവിടെ ഒരു വൾണറബിൾ സെക്ഷൻസ്, അതായത് സ്ത്രീകളും കുട്ടികളും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ലൈക്ക് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, GS പേപ്പർ 2 ഈ ഗവർണൻസും കോൺസ്റ്റിറ്റ്യൂഷനും പോളിറ്റിയും സോഷ്യൽ ജസ്റ്റിസും ഒക്കെ വരുന്നത് ഈ പേപ്പറിലാണ്. അതേപോലെ തന്നെ ഗവൺമെൻറ് പോളിസീസും ആ ഒരു ഇൻ്റർവെൻഷൻസും നമുക്ക് ഈ പോക്സോ പോലെയുള്ള നിയമങ്ങൾ ഉണ്ടെങ്കിൽ കൂടി, അതേപോലെ തന്നെ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ന്യൂസിൽ കാണാൻ പറ്റുന്നത് അവരുടെ ആ ഒരു ഫെയിലിയറാണ്. ഫെയിലിയർ ഓഫ് എൻഫോഴ്സ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ന്യൂസിൽ പാട്ന ഹൈക്കോർട്ടിന് ഇൻ്റർവെൻഷനൊക്കെ കയറി വരുന്നുണ്ട്. ജുഡീഷ്യറിയുടെ റോൾ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കണം. ലോക്കൽ ഗവർണൻസ്, പഞ്ചായത്തിൻ്റെ റോള് ഇവിടെ എന്താണ്, അതേപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. GS പേപ്പർ 3 ഇന്റേണൽ സെക്യൂരിറ്റിയും ബോർഡർ മാനേജ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഈ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ ഈ നേപ്പാളുമായിട്ടൊക്കെ ബോർഡർ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേപ്പാളിലോട്ടാണ് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഒരു ഓർഗനൈസ്ഡ് ക്രൈംസ് ആണല്ലോ. സോ GS പേപ്പർ 3 വരുന്നതാണ് ഓർഗനൈസ്ഡ് ക്രൈംസും ബോർഡർ മാനേജ്മെന്റും. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. അതേപോലെ SI പേപ്പറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ചൈൽഡ് റൈറ്റ്സും ഹ്യൂമൻ ഡിഗ്നിറ്റിയും, അതേപോലെ ജെൻഡർ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. GS പേപ്പർ 4 എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡിൽ എത്തിക്കൽ ഗവർണൻസിൻ്റെ ഒരു ഫെയിലിയർ നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലേ. ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നോട്ട് പ്രൊട്ടക്ടിങ് ദി വൾണറബിൾ ചിൽഡ്രൻ. അതേപോലെ ഒരു മോറൽ ഡിലേമ നമുക്കിവിടെ കാണാൻ സാധിക്കും. ദെൻ ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ അതായത് ചൈൽഡ് റൈറ്റ്സ്, വുമൻ സേഫ്റ്റി, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, ഈ മീഡിയയുടെയും സിവിൽ സൊസൈറ്റിയുടെയും റോൾ എന്താണ്. സോ ഈ ഒരു ന്യൂസ് ഇറ്റ് ഈസ് എ റിയൽ വേൾഡ് എക്സാമ്പിൾ ഓഫ് പോളിസി ഫെയിലിയർ. ഓക്കെ, ആ ഒരു സിസ്റ്റമിക് ഗ്യാപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് ഇതെല്ലാം UPSCയുടെ ഒരു കീ തീംസ് ആണ്. ഓക്കെ, ഇത് പേപ്പറിലുള്ള നിയമങ്ങളും ഗ്രൗണ്ട് റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ. ഷോസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി ലോ ഓൺ പേപ്പർ ആൻഡ് റിയാലിറ്റി ഓൺ ദി ഗ്രൗണ്ട്, ആൻഡ് ഇറ്റ് ഈസ് മേക്കിംഗ് ഇറ്റ് ഹൈലി റെലവെന്റ് ഫോർ എ വെൽ റൗണ്ടഡ് UPSC ആൻസേഴ്സ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ന്യൂസ്. സോ ഈ ഒരു ന്യൂസിലോട്ട് വരുന്ന സമയത്ത് ഛത്തീസ്ഗഡിൽ നിന്നും 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഷീ വാസ് ട്രിക്ഡ് ബൈ സംവൺ ഹു പ്രോമിസ് ടു മേക്ക് ഹർ എ ഡാൻസർ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം അവിടുത്തെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിതി അവിടെയൊക്കെ അങ്ങനത്തെ സംസ്ഥാനങ്ങളിൽ വളരെ മോശമായതുകൊണ്ട് തന്നെ പൈസ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ കുട്ടിയാണെന്നുണ്ടെങ്കിലും ആ കുട്ടിയുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ആ കുട്ടിയെ വിടുകയാണ് ചെയ്തത്. ഓക്കെ, instead she was taken to Bihar and she was very badly treated. Okay, she was abused. ഇത് ഒരു കഥയല്ല. ഓക്കെ, ദിസ് ഇസ് നോട്ട് ജസ്റ്റ് വൺ സാഡ് സ്റ്റോറി, ഇറ്റ് ഇസ് പാർട്ട് ഓഫ് എ ബിഗ് പ്രോബ്ലം. ജനുവരി തൊട്ടിട്ട് ജൂൺ വരെ 2025 തന്നെ ജനുവരി തൊട്ടിട്ട് ജൂൺ വരെ ഏകദേശം 270ഓളം പെൺകുട്ടികളെ ബീഹാറിൽ നിന്ന് മാത്രം റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മെനി ഓഫ് ദം വർ ഫൗണ്ട് ഇൻ ദി സോ കോൾഡ് ഓർക്കസ്ട്ര ട്രൂപ്സ്, അതായത് ഈ മ്യൂസിക് ഡാൻസ് ഗ്രൂപ്പ്. ഓക്കെ, ഇങ്ങനത്തെ ഈ സാധനങ്ങളിൽ ഇത് അവർ യൂസ് ചെയ്യുന്നത്, ദീസ് ആർ ആക്ച്വലി ബീങ് യൂസ്ഡ് ടു ഹൈഡ് ചൈൽഡ് ട്രാഫിക്കിംഗ്. ഓക്കെ, അതേപോലെ ഈ ഒരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ മറയ്ക്കാനുള്ള ഒരു മറ മാത്രമാണ് ഈ ഒരു മ്യൂസിക്കും ഡാൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ദിസ് ഇസ് ഹാപ്പനിങ് ലൈക്ക് എസ്പെഷ്യലി ഇൻ ഏരിയാസ് ലൈക്ക് ഗോപാൽഗഞ്ച്, സാരൺ, വെസ്റ്റ് ചമ്പാരൻ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. സോ ഇവിടുത്തെ പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ ഈ ക്രിമിനൽസ് ഫേക്ക് ജോബുകൾ ഉപയോഗിച്ച്, അതായത് ഈ ഡാൻസ്, അതായത് ഈ ഓർക്കസ്ട്രാസിലൊക്കെ ഡാൻസിങ്, അതിൻ്റെ മറവിൽ അവർ ആ ഒരു ദേ ആർ ട്രാഫിക്കിംഗ് യങ് ഗേൾസ്, ആൻഡ് ഇറ്റ്സ് എ വെരി സീരിയസ് ആൻഡ് ഗ്രോയിങ് പ്രോബ്ലം. സോ ഈ ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നുള്ള ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ക്രൈം നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല. ഓക്കെ, ഇറ്റ് ഈസ് എ സീരിയസ് ക്രൈം ദാറ്റ് ഹാപ്പൻസ് വേൾഡ് വൈഡ്. ഇവിടെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് സ്ത്രീകളും അതേപോലെ ചെറിയ കുട്ടികളുമാണ്, പെൺകുട്ടികളുമാണ്. ബീഹാറിലെ കാര്യം എടുക്കുമ്പോൾ ബീഹാർ ഈസ് വൺ ഓഫ് ദ കീ പ്ലേസസ് വെർ ട്രാഫിക്ഡ് ഗേൾസ് ആർ ടേക്കൺ. ബിക്കോസ് നമുക്കറിയാം അവിടെ ഉള്ളത് വളരെ വീക്കായിട്ടുള്ള റൂൾസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അതേപോലെ ഈ ചെക്കിങ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മുടെ ഗവൺമെന്റിനാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാനേ സമയമുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാനുള്ള സമയമൊന്നും അവർക്ക് കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് മനസ്സിലാക്കണത് ചില സ്ഥലങ്ങളിൽ ഈ പെൺകുട്ടികളെ എസ്പെഷ്യലി ട്രീറ്റ് ചെയ്യുന്നത് തന്നെ മനുഷ്യരായിട്ടൊന്നും അല്ല, ജസ്റ്റ് തിങ്സ്. ഓക്കെ, ഗേൾസ് ആർ ട്രീറ്റഡ് ലൈക്ക് തിങ്സ്, നോട്ട് പീപ്പിൾ. നമുക്കറിയാം അവിടെയുള്ള ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നത് വളരെ ദാരിദ്ര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. ഓക്കെ, മെനി ഫാമിലീസ് ലീവ്സ് ഇൻ പോവർട്ടി. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാർ ഈ നേപ്പാളുമായിട്ട് ഒരു ഓപ്പൺ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് മേക്കിംഗ് ഇറ്റ് ഈസി ഫോർ ട്രാഫിക്കേഴ്സ് ടു മൂവ് പീപ്പിൾ അക്രോസ്. പിന്നെ ഒരുപാട് ഈ റെയിൽവേ കണക്ഷൻസ് ഉണ്ട് ടു സ്റ്റേറ്റ്സ് വേർ ട്രാഫിക്കിംഗ് സ്റ്റാർട്ട്സ് ലൈക്ക്
ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങൾ. ഈ വെസ്റ്റ് ബംഗാളിനെയൊക്കെ കാര്യം എടുക്കുമ്പോൾ നമുക്കറിയാം, ഈ പാട്ടും ഡാൻസും ഒരു ആർട്ടൊക്കെ അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അതിന്റെ മറവിലാണ് ഇവർ ഇങ്ങനത്തെ ഈ സംഭവങ്ങൾ നടത്തുന്നത്. ഓക്കെ, ഈ ട്രാഫിക്കേഴ്സ് പൊതുവെ കുട്ടികളോട് ഈ അതായത് ഒരു 14-15 വയസ്സായ പെൺകുട്ടികളോട് അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിൻ്റെ അടുത്ത് പോയിട്ട് അവർക്ക് ജോബുകൾ ഓഫർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിക്കാന്ന് ഓഫർ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ എടുക്കുന്നത്. ഓക്കെ, ബട്ട് ഇൻസ്റ്റഡ് ഇപ്പോൾ ഈ ഒരു ന്യൂസിൽ തന്നെ പറയുന്നുണ്ട്, 12 വയസ്സായ ഒരു പെൺകുട്ടിയെ 10,000 രൂപയ്ക്കാണ് വിറ്റത്. ഓക്കെ, so they are forced to perform in shows and they are often sexually abused. So ഈ ട്രാഫിക്കേഴ്സ് they use lies and poverty to trap girls in Bihar where weak system make it easy to exploit them. കുട്ടികളെ സംരക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലേ. നമുക്ക് ഈ പോക്സോ ആക്റ്റും ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റും ചൈൽഡ് ലേബർ ലോസും ഈ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്റ്റും ഒക്കെ ഉണ്ട്. വെറുതെ പേപ്പറിൽ മാത്രമേ ഉള്ളതൊക്കെ. റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ ദീസ് ലോസ് ആർ നോട്ട് പ്രോപ്പർലി എൻഫോഴ്സ്ഡ്. ഒരുപാട് ട്രാഫിക്കിംഗ് കേസസ് അതായത് അത് കിഡ്നാപ്പിംഗ് അല്ലെങ്കിൽ മിസ്സിംഗ് കേസ് ആയിട്ട് ദേ ആർ റോങ്ലി റെക്കോർഡിങ് ഇറ്റ്, വിച്ച് ഈസ് മേക്കിംഗ് ഇറ്റ് ഹാർഡർ ടു പണിഷ് ദോസ് ട്രാഫിക്കേഴ്സ്. ഓക്കെ, ഇനി ഈ കേസ് കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള കൺവിക്ഷൻ റേറ്റ് അത് വളരെ കുറവാണ്. ലൈക്ക് മീനിങ് വെരി ഫ്യൂ ട്രാഫിക്കേഴ്സ് ആർ ആക്ച്വലി പണിഷ്ഡ്. പിന്നെ ഈ AHTUs, അതായത് ഈ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റ്സ്, ഇവരാണ് ദേ ആർ സപ്പോസ് ടു സ്റ്റോപ്പ് ദിസ് ട്രാഫിക്കിംഗ്. പക്ഷെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവരുടെ കയ്യിൽ വളരെ കുറവ് സ്റ്റാഫേ ഉള്ളൂ. പിന്നെ അവരുടെ അടുത്ത് ദേ ഡോണ്ട് ഹാവ് ഇനഫ് റിസോഴ്സസ്. ഓക്കെ, പിന്നെ ഈ ട്രാഫിക്കിംഗ് എന്നുള്ളത് ഒരുപാട് സ്റ്റേറ്റ്സ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് ഒരു ജൂറിസ്ഡിക്ഷൻ പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ ഒരാൾ പറയും ഇത് നിങ്ങളുടെ കേസാണെന്ന്, മറ്റാൾ പറയും അതല്ല മറ്റാളുടെ കേസാണെന്ന് പറയും. സോ ഇവിടെ ഒരു കൺഫ്യൂഷനാണ് വരുന്നത് ഓവർ വിച്ച് സ്റ്റേറ്റ് ഷുഡ് ഹാൻഡിൽ ദ കേസ്. ഇതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിലേ ഉണ്ടാക്കുന്നത് ഇതാണ്. ഓക്കെ, ഇതിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ ഗേൾസിനെ റെസ്ക്യൂ ചെയ്താലും ദേ ആർ സംടൈംസ് സെൻഡ് ബാക്ക് ടു ദ സെയിം ഫാമിലീസ്. ഓക്കെ, ചില ഫാമിലികൾ ഈ കുട്ടികളെ വിൽക്കുകയാണ്. ഓക്കെ, ആ സ്ഥലത്തോട്ട് തന്നെയാണ് ഇവർ തിരിച്ചയക്കുന്നത്. പിന്നെ ഈ ഓർക്കസ്ട്ര ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ. സോ ദേ ആർ യൂസ്ഡ് ഈ ഓർക്കസ്ട്ര ഗ്രൂപ്പ്സ് ദേ ആർ ഓഫൻ യൂസ്ഡ് ആസ് എ ഫ്രണ്ട് ഓഫ് ഫോർ ട്രാഫിക്കിംഗ്. ഓക്കെ, അതിന്റെ മറവിലാണ് ഇവർ ഈ ഇങ്ങനത്തെ പരിപാടികൾ നടത്തുന്നത്. ഓക്കെ, സോ ദേ കണ്ടിന്യൂ ടു വർക്ക് ഫ്രീലി വിതൗട്ട് ഫിയർ ഓഫ് ബീങ് ഷട്ടിംഗ് ഡൗൺ. നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി വളരെ പുവർ ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റും വീക്ക് സിസ്റ്റവും ഇറ്റ് ഈസ് ലെറ്റിംഗ് ദീസ് ട്രാഫിക്കേഴ്സ് എസ്കേപ്പ് പണിഷ്മെന്റ് ആൻഡ് അലൗ ദി അബ്യൂസ് ടു കണ്ടിന്യൂ. സോ ഇങ്ങനെ ബീഹാറിൽ ഈ ഒരു ഹ്യൂമൻ ട്രാഫിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസിൽ പാട്ന ഹൈക്കോർട്ട് പറഞ്ഞത് ഗവൺമെന്റ് ഉടനടി ആക്ഷൻ എടുക്കണമെന്നാണ്. പക്ഷെ നമുക്കറിയാം, റിയൽ ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ വി നീഡ് എ സ്ട്രോങ് സിസ്റ്റം അല്ലേ. സോ നമുക്ക് ഇപ്പോൾ സ്കൂളുകളുടെ കാര്യം എടുക്കാം. സ്കൂളുകളിൽ ഇപ്പോൾ പെൺകുട്ടികൾ അവരെ ക്ലാസ് ഒരുപാട് മിസ് ചെയ്യണമെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് അവർക്കൊരു കൺസേൺ വേണം. അതായത് ദേ ഷുഡ് കീപ്പ് ആൻ ഐ ഓൺ ചിൽഡ്രൻ ഹു മിസ്സസ് ക്ലാസ്സസ് ഫോർ ടു ലോങ്. ഇപ്പോൾ വില്ലേജുകൾ, പഞ്ചായത്തുകളുടെ കാര്യം എടുക്കുമ്പോൾ ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് അവരുടെ കയ്യിൽ വേണം. ദേ ഷുഡ് റെക്കോർഡ് അല്ലെങ്കിൽ ദേ ഷുഡ് കീപ് റെക്കോർഡ് ഓഫ് പീപ്പിൾ ഹു മൈഗ്രേറ്റ് ഫോർ വർക്ക്. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനും ട്രെയിനും മാത്രം ചെക്ക് ചെയ്താൽ പോരാ, ഈ ബസ്സസ് ആൻഡ് ടെർമിനൽസ് ദേ ഷുഡ് ഓൾസോ ബി വാച്ച്ഡ്. പിന്നെ ഈ AHTUs, അതായത് ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റ്, ഇവിടെ കുറച്ചും കൂടി ട്രെയിൻഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ വെക്കണം. ഓക്കെ, ആൻഡ് ദേ മസ്റ്റ് ബി ഹെൽഡ് റെസ്പോൺസിബിൾ. പിന്നെ ഈ ഓർക്കസ്ട്രാസ് പോലെയുള്ള ഇങ്ങനത്തെ സാധനങ്ങളിൽ ഈ ചെറിയ കുട്ടികൾ പോയിട്ട് വർക്ക് ചെയ്യുന്നത് ആദ്യം ബാൻ ചെയ്യണം. ഓക്കെ, സച്ച് പ്ലേസസ് ഷുഡ് ബി ഷട്ട് ഡൗൺ ആൻഡ് അതിന്റെ ഓണേഴ്സ് ദേ ഷുഡ് ബി പണിഷ്ഡ്. ലേബർ ഡിപ്പാർട്ട്മെന്റ് റെഗുലർ ആയിട്ടുള്ള ചെക്കുകൾ ഇവിടെ നടത്തണം. ഓക്കെ, ദേ ഷുഡ് ഡു റെഗുലർ ചെക്സ്. അതേപോലെ ഈ റെസ്ക്യൂ ചെയ്ത കുട്ടികളെ ദേ ഷുഡ് നോട്ട് ബി സെൻഡ് ബാക്ക് ടു അൺസേഫ് ഹോംസ്. ഓക്കെ, സോ വിക്ടിം സപ്പോർട്ട് ഇറ്റ് ഷുഡ് ബി എ ലോങ് ടേം വിത്ത് പ്രോപ്പർ കോമ്പൻസേഷൻ ആൻഡ് കെയർ. അതേപോലെ നമ്മളൊരു പിക്കറ്റ് സ്ട്രാറ്റജി ഇവിടെ കൊണ്ടുവരണം. പിക്കറ്റ് അതായത് PICKET, P ഫോർ പോളിസി, I ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ, C ഫോർ കൺവേർജൻസ്, K ഫോർ നോളേജ്, E ഫോർ എക്കോണമിക് ഡിറ്ററൻസ് ആൻഡ് T ഫോർ ടെക്നോളജി. പോളിസിയുടെ കാര്യം എടുക്കുമ്പോൾ വളരെ, അതായത് വി ഷുഡ് മേക്ക് ഷുവർ ലോസ് ആർ സ്ട്രോങ് ആൻഡ് നമുക്ക് ഈ ഒരു ചൈൽഡ് അബ്യൂസ് അത് നമുക്ക് ക്ലിയർലി നമുക്കത് നിർത്താൻ പറ്റണം. ഓക്കെ, സോ അങ്ങനത്തെ പോളിസീസ് നമ്മൾ കൊണ്ടുവരണം. വി ഷുഡ് മേക്ക് ഷുവർ ലോസ് ആർ സ്ട്രോങ് ആൻഡ് വി ഷുഡ് സ്റ്റോപ്പ് ചൈൽഡ് അബ്യൂസ് ക്ലിയർലി. അതേപോലെ തന്നെ ഈ സ്കൂളുകളും പോലീസും പിന്നെ ഈ വെൽഫെയർ സിസ്റ്റം ഒക്കെ ഇവരെല്ലാവരും കൂടി ഒത്തുചേർന്ന് പ്രവർത്തിക്കണം അല്ലേ, ഈ ഒരു ട്രാഫിക്കിംഗ് തടയാൻ വേണ്ടിയിട്ട്. അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റോള്,
ഓക്കെ, സോ ഐ ഈസ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിൻ്റെ റോള്. പിന്നെ സി ഫോർ കൺവേർജൻസ്, അതായത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഡിഫറെൻറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഡിജിറ്റൽ സിസ്റ്റം ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ഇവർ കുറച്ചും കൂടി ദേ മസ്റ്റ് കോർഡിനേറ്റ്. ഓക്കെ, സോ അതാണ് ഈ കൺവേർജൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നോളേജ് ആണ്. ഓക്കെ, ഈ വിക്ടിംസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റണം, ആൻഡ് വി ഷുഡ് ക്രിയേറ്റ് അവയർനെസ് ഇൻ കമ്മ്യൂണിറ്റീസ്. പിന്നെ ഈ ട്രാഫിക്കിംഗ് ഇത്, അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങളും ആൾക്കാർ പേടിക്കണം, ഇനി ഇതിങ്ങനെ ചെയ്യരുത് അല്ലേ. സോ വി ഷുഡ് മേക്ക് ട്രാഫിക്കിംഗ് ടു റിസ്കി ആൻഡ് കോസ്റ്റ്ലി ഫോർ ക്രിമിനൽസ്. അതാണ് ഈ ഒരു എക്കോണമിക് ഡിറ്ററൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടെക്നോളജിയാണ്. നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഡാറ്റാസ് ഉപയോഗിച്ച്, ഇന്നേ വരെയുള്ള ആ ഒരു ഡാറ്റാസ് ഉപയോഗിച്ച്, ഡാറ്റാസും അതേപോലെ ട്രാക്കിംഗ് ടൂൾസും ഉപയോഗിച്ചുകൊണ്ട് വി ഷുഡ് ഫൈൻഡ് ആൻഡ് ബ്രേക്ക് ദിസ് ട്രാഫിക്കിംഗ് നെറ്റ്വർക്ക്. ഓക്കെ, സോ ഇവിടെ കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാനുള്ളത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നുള്ളത് ഇറ്റ് ഈസ് എ ഫെയിലിയർ ഓഫ് മെനി സിസ്റ്റംസ്. ഓക്കെ, അത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ തകരാറാണ്, നമ്മുടെ പോളിസി മേക്കിങ്ങിന്റെ തകരാറാണ്, വെൽഫെയർ സിസ്റ്റത്തിന്റെ തകരാറാണ്, സൊസൈറ്റിയുടെ തകരാറാണ്. ഓക്കെ, സോ വി ഓൾറെഡി ഹാവ് ലോസ് ആൻഡ് ടൂൾസ്. ഇവിടെ എന്താണ് നമുക്ക് മിസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, വി ആർ മിസ്സിംഗ് സ്ട്രോങ് ആക്ഷൻ, ടീം വർക്ക് ആൻഡ് പൊളിറ്റിക്കൽ വിൽ. ഓക്കെ, സോ ഇഫ് യു ഫോക്കസ് ഓൺ പ്രിവെൻഷൻ, പണിഷ്മെന്റ് ആൻഡ് പ്രോപ്പർ കെയർ, വി ക്യാൻ സ്റ്റോപ്പ് ദിസ് ക്രൈം. So we'll move on to the next news, which is adopt formalization to power productivity growth. ഓക്കെ, ഇതൊരു ഇൻഫോർമലൈസേഷൻ ഓഫ് ഫോർമൽ ജോബ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. GS പേപ്പർ 3 ഇമ്പോർട്ടൻ്റ് ആണ്. എക്കോണമി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ എംപ്ലോയ്മെൻറ്റും അതേപോലെ തന്നെ ഇൻക്ലൂസീവ് ഗ്രോത്തും, ഇപ്പോൾ നമുക്ക് 2020 ഈ ലേബർ കോഡ് പോലെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വന്നിരുന്നു അല്ലേ. സോ ലേബർ റിഫോംസിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിരിക്കണം. സോ അതിന് ഇമ്പാക്റ്റ് എന്താണ്, ആ ഒരു തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ ഈ ഒരു റിഫോംസിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് എന്താണ്, ഇൻഫോർമൽ എംപ്ലോയ്മെൻറ്റും ഫോർമൽ എംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം, ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ വളർന്നു വരുന്നൊരു ട്രെൻഡാണ് ഈ കോൺട്രാക്ട് ലേബർ എന്നുള്ളത്. ഓക്കെ, സോ അതിനെ പറ്റിയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണം. മാനുഫാക്ചറിങ് സെക്ടറിലുള്ള ഒരു പ്രൊഡക്ടിവിറ്റി അത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇവിടെ ഈ PMRPY എന്ന് പറയുന്ന ഗവൺമെൻറ് സ്കീംസ്, അതായത് പ്രധാനമന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജനയാണ്. ഓക്കെ, സോ ബേസിക്കലി ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എംപ്ലോയേഴ്സിന്, തൊഴിൽ കൊടുക്കുന്ന ആൾക്കാർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുക എന്നുള്ളതാണ്, ടു ക്രിയേറ്റ് ന്യൂ ജോബ്സ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ PMRPY. ഓക്കെ, സോ അതെങ്ങനെയാണ് ഈ ഒരു ഫോർമലൈസേഷൻ ഓഫ് ലേബറിൻ്റെ അതെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. GS പേപ്പർ 2 ഗവർണൻസിലും സോഷ്യൽ ജസ്റ്റിസിലും ഈ ഒരു ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഈ ലേബർ റൈറ്റ്സും അവരുടെ വെൽഫെയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫോർമൽ ജോബ്സിൻ്റെ ഇൻഫോർമലൈസേഷൻ ഇറ്റ് ഈസ് എ സോഷ്യൽ ജസ്റ്റിസ് ഇഷ്യൂ. ഓക്കെ, അത് അവരുടെ ഈ തൊഴിലെടുക്കുന്ന ആൾക്കാരുടെ സെക്യൂരിറ്റിയെ ബാധിക്കും, വർക്കർ സെക്യൂരിറ്റി അത് ബാധിക്കുന്നുണ്ട്, ലീഗൽ പ്രൊട്ടക്ഷൻ അതിന് ബാധിക്കുന്നുണ്ട്, ദി റൈറ്റ് ടു ഫെയർ വേജസ്. ഓക്കെ, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ലേബർ യൂണിയൻസിൻ്റെ കുറച്ച് കൺസേൺസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. ഓക്കെ, ദി ഫോൾ അണ്ടർ ദി ഡെമോക്രാറ്റിക് പ്രോസസ് ആൻഡ് ദി റൈറ്റ്സ് ഓഫ് ദി വർക്കിംഗ് ക്ലാസ് അല്ല. ലേബർ യൂണിയൻ്റെ കൺസേൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ essay പേപ്പറിൽ ഇപ്പോൾ നിങ്ങൾക്ക് ദി ഫ്യൂച്ചർ ഓഫ് വർക്ക് ഇൻ ഇന്ത്യ, ഈ ഒരു ജോബ് ഫ്ലെക്സിബിലിറ്റി അത് ഒരു ജോബ് സെക്യൂരിറ്റിക്ക് ഒരു ത്രെട്ട് ആണോ, ഓക്കെ, എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. essay പേപ്പറിൽ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എത്തിക്സിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺട്രാക്ട് ലേബറിൻ്റെ ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ, അവരെങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത്, കോസ്റ്റ് കട്ടിങ്ങും എംപ്ലോയി വെൽഫെയറും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അതേപോലെ ഈ ഒരു എംപ്ലോയ്മെൻറ്റ് പ്രാക്ടീസസിൽ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്താണ്, പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പോലുള്ള ഓപ്ഷൻസ് ഒക്കെ എടുത്ത ആൾക്കാർക്ക് ലേബർ പോളിസിയും ഈ കോൺട്രാക്ച്വലൈസേഷനും പ്രിൻസിപ്പൽ ഏജന്റ് പ്രോബ്ലവും കാര്യങ്ങളൊക്കെ വരും. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിരിക്കണം ഈ ഒരു സെക്ടറിൽ. അതേപോലെ ഗവർണൻസ് ആൻഡ് പേഴ്സണൽ മാനേജ്മെന്റ്. സോഷ്യോളജിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇൻഫോർമലൈസേഷൻ, ഈ ഡിവിഷൻ, ക്ലാസ് ഡിവിഷൻ, ലേബർ എക്സ്പ്ലോയിറ്റേഷനൊക്കെ സോഷ്യോളജിക്കാർ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസറിൽ ഇങ്ങനെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഇങ്ങനെ കോട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, 31% പ്രൊഡക്ടിവിറ്റി ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വേജ് ഡിഫറൻസ്, ഓക്കെ, 14% വേജ് ഡിഫറൻസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആൻസറിൽ കോട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ കുറച്ചും കൂടി സൂപ്പർ ആയിരിക്കും. അതേപോലെ തന്നെ ഈ PMRPY ഉണ്ടല്ലോ, നമ്മുടെ പ്രധാനമന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന. ഓക്കെ, സോ ഇങ്ങനത്തെ സ്കീംസും പിന്നെ അതിൻ്റെ റെക്കമെൻഡേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ലൈക്ക് ഈ ലോങ് ടേം കോൺട്രാക്ട്സ്, ഓക്കെ, ഈ തേർഡ് പാർട്ടി ഹയറിങ്, അതൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അങ്ങനത്തെ ഇതൊക്കെ നിങ്ങളുടെ ആൻസറിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഓക്കെ, to show the data-backed analysis and depth which will earn high marks in both GS paper and essay. So
നമ്മൾ ഈ ഒരു ന്യൂസ് എടുക്കുമ്പോൾ ഇന്ത്യയിലെ ഈ ഒരു ഫോർമൽ മാനുഫാക്ചറിങ് സെക്ടർ ഉണ്ടല്ലോ, അതായത് ഇവർ ബേസിക്കലി ഈ റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്ത് വലിയ വലിയ അല്ലാതെ ഫാക്ടറികളാണ്, കമ്പനികൾ, ഫാക്ടറീസ്. ഓക്കെ, അതാണ് ഈ ഒരു ഫോർമൽ മാനുഫാക്ചറിങ് സെക്ടർ. അതായത് ദേ ആർ ലൈക്ക് ബിഗ് ഫാക്ടറീസ് ദാറ്റ് ഫോളോ ദ റൂൾസ് ആൻഡ് ദേ ആർ ഒഫീഷ്യലി രജിസ്റ്റേർഡ്. ഓക്കെ, സോ ഈ കോൺട്രാക്ട് വർക്കേഴ്സ്, അതായത് നമുക്കറിയാം കോൺട്രാക്ട് വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ട് വഴിയായിരിക്കും അവരെ ഹയർ ചെയ്യുന്നത്. ഓക്കെ, ടെമ്പററി ജോബ് ആയിരിക്കും. ഓക്കെ, ഇത് ഡയറക്ട്ലി കമ്പനി ചെയ്യുന്ന ഇതല്ല. ഓക്കെ, ഈ ഒരു കോൺട്രാക്ട് വർക്കേഴ്സ്, ഇറ്റ് ഈസ് ഹയർ ടെമ്പററി ത്രൂ എ കോൺട്രാക്ടർ, നോട്ട് ഡയറക്ട്ലി ബൈ ദി കമ്പനി. സോ അത് വളരെയധികം ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. അതായത് 2000 ആ ഒരു കാലഘട്ടത്തിൽ, 2000 കാലഘട്ടത്തിൽ ഏകദേശം 20% ഈ ഒരു കോൺട്രാക്ട് വർക്കേഴ്സ്. പിന്നീട് അത് ഇപ്പോൾ 22-23 ആയ ടൈമിൽ ഇത് 40% കൂടിയിട്ടുണ്ട്. ഓക്കെ, സ്റ്റഡീസ് പറയുന്നത്, അതായത് ഇന്ത്യയുടെ ആ ഒരു ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസിലൂടെ ആ ഒരു പഠനങ്ങൾ പറയുന്നത്, ഈ ഒരു ഒരുപാട് കോൺട്രാക്ട് വർക്കേഴ്സിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്ടിവിറ്റി അവിടെ കുറയും എന്നാണ് ആ ഒരു റിപ്പോർട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാക്ടറീസ് ഒക്കെ ദേ വിൽ ബിക്കം ലെസ് എഫിഷ്യൻറ്റ്. സോ ദിസ് മീൻസ് ദാറ്റ് ഈ ഒരു ഫോർമൽ ജോബ്സിൽ പോലും മോർ ആൻഡ് മോർ വർക്കേഴ്സ് ആർ ബീങ് ഹയർഡ് ഇൻ എ ഇൻഫോർമൽ വേ. Okay, which has not received enough attention from researchers and policy makers. സോ ഈ ഫോർമൽ ഫാക്ടറീസ് അവർ ഒരുപാട് ഇൻഫോർമൽ കോൺട്രാക്ട് ലേബർ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഒരു എഫിഷ്യൻസിയെ ബാധിക്കും. ആൻഡ് ഈ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് ആരും അധികം സംസാരിക്കുന്നില്ല, അതാണ് പ്രശ്നം. സോ എന്തുകൊണ്ടാണ് ഈ കമ്പനികൾ കോൺട്രാക്ട് വർക്കേഴ്സിനെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അവർ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ, ഓരോ സർട്ടൻ ഫീൽഡിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാനാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ കാര്യം അതൊന്നും അല്ല. ഒന്ന് കോസ്റ്റ് സേവിങ് ആണ്, ഫ്ലെക്സിബിലിറ്റി ഒന്നും അല്ല, അവരുടെ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ കമ്പനികൾ കോൺട്രാക്ട് വർക്കേഴ്സിനെ ഹയർ ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നത് അത് കുറച്ച് ഫ്ലെക്സിബിലിറ്റിക്കും എക്സ്പേർട്സിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്നാണ്. റിയാലിറ്റിയിൽ ആ ഒരു മെയിൻ റീസൺ എന്നുള്ളത് പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവർക്ക് ഈ കോൺട്രാക്ട് വർക്കേഴ്സിന് ഒരു തരത്തിലുള്ള ലീഗൽ പ്രൊട്ടക്ഷനും കിട്ടുന്നില്ല. ഓക്കെ, ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദേ ആർ നോട്ട് ഡയറക്ട്ലി ഹയർഡ് ബൈ ദ കമ്പനി. ഓക്കെ, ഇവർ മിഡിൽ മാൻ വഴി വരുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും കിട്ടില്ല. നമുക്കിപ്പോൾ ഇന്ത്യയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേബർ ലോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇങ്ങനത്തെ നിയമങ്ങളുടെ അണ്ടറിൽ ഈ കോൺട്രാക്ട് വർക്കേഴ്സിന് യാതൊരു തരത്തിലുള്ള സംരക്ഷണവും കിട്ടില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇവരെ നമുക്ക് ആ കമ്പനീസിനെ ഇപ്പൊ ഇന്ന് പറഞ്ഞു വിടണം തോന്നിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ അവർ പറഞ്ഞു വിടും, അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യാണ് ചെയ്യുന്നത്. ഇവർക്ക് വളരെ വീക്ക് ആയിട്ടുള്ള വോയിസ് ആണ്. ഓക്കെ, ഇവർ ഈ ടെമ്പററി വർക്കേഴ്സ് ആയതുകൊണ്ടും ഇവർക്കുള്ളത് ആ ഒരു ഇൻസെക്യൂർ പൊസിഷൻ ആയതുകൊണ്ടും ഈ കോൺട്രാക്ട് വർക്കേഴ്സ് ദേ കാൺ ബാർഗെയിൻ ഫോർ ബെറ്റർ പേ ഓർ കണ്ടീഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് മേക്കിംഗ് ദം മോർ വൾണറബിൾ ടു എക്സ്പ്ലോയിറ്റേഷൻ. പിന്നെ ഇവർക്ക് കിട്ടുന്ന വളരെ തുച്ഛമായിട്ടുള്ള വേജ് ആണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. ഇപ്പം ഈ 2018-19 കാലഘട്ടങ്ങളിൽ ഈ കോൺട്രാക്ട് വർക്കേഴ്സും ഇപ്പോൾ റെഗുലർ വർക്കേഴ്സ് എടുക്കുക, കോൺട്രാക്ട് വർക്കേഴ്സും റെഗുലർ വർക്കേഴ്സിന്റെ കാര്യം എടുക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ തൊഴിലാണെന്ന് വെക്കുക. എന്നാൽ കൂടി കോൺട്രാക്ട് വർക്കേഴ്സിന് 14% അല്ലെങ്കിൽ 14.47% കുറവാണ് കിട്ടുന്നത് ഓൺ ആവറേജ് ദാൻ റെഗുലർ വർക്കേഴ്സ് ഫോർ ദ സെയിം വർക്ക്. ഈ വലിയ വലിയ കമ്പനികളുടെ കാര്യം എടുക്കുമ്പോൾ ഇവിടെ 14% ഈ ലാർജ് കമ്പനീസിൽ അത് പിന്നെയും മോശമാണ്. 31% കുറവാണ് കോൺട്രാക്ട് വർക്കേഴ്സിന് കിട്ടുന്നത്. ഓക്കെ, സോ എംപ്ലോയേഴ്സ് ഏകദേശം 24% കുറവേ ഒരു ദിവസം ഈ കോൺട്രാക്ട് വർക്കേഴ്സിൽ ചെലവാക്കുന്നുള്ളൂ. ഓക്കെ, കമ്പയർഡ് ടു റെഗുലർ വർക്കേഴ്സ്. See, it is much cheaper for employers. Employers spend 24% less per day on contract workers. Okay. എക്സ്ട്രീം കേസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. ചില ഇൻഡസ്ട്രീസിൽ ഈ കോൺട്രാക്ട് വർക്കേഴ്സിന് പകുതി പോലും കിട്ടുന്നില്ല. റെഗുലർ വർക്കേഴ്സിന് കിട്ടുന്നതിൻ്റെ പകുതിയിൽ കുറവാണ് അവർക്ക് കിട്ടുന്നത്. എക്സ്ട്രീം കേസസിൽ 78% തൊട്ടിട്ട് 85% വരെ കുറവാണ് അവർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് കാണിക്കുന്നത് തന്നെ ഒരു സിവിയർ ഇൻഇക്വാളിറ്റിയാണ് കാണിക്കുന്നത്. ഓക്കെ, സോ കമ്പനികൾ കോൺട്രാക്ട് വർക്കേഴ്സിനെ യൂസ് ചെയ്യുന്നത് കോസ്റ്റ് കട്ടിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് സ്കില്ലോ ഫ്ലെക്സിബിലിറ്റിയോ അതിനൊന്നും വേണ്ടിയിട്ടല്ല. സോ ദി വർക്കേഴ്സ് ഗെറ്റ് ലെസ് പേ, ഒരു തരത്തിലുള്ള ലീഗൽ പ്രൊട്ടക്ഷനും അവർക്ക് കിട്ടുന്നില്ല. ആൻഡ് ദേ ഹാവ് വെരി വീക്ക് ബാർഗെയിനിങ് പവർ. ഓക്കെ, മേക്കിംഗ് ദം ഈസി ടു എക്സ്പ്ലോയിറ്റ്. സോ ഈ കോൺട്രാക്ട് വർക്കേഴ്സിന് വെക്കുമ്പോൾ കമ്പനികൾക്ക് ഒരു ഷോർട്ട് ടേം ബെനിഫിറ്റും ലോങ് ടേം ഹാമും നമ്മളിവിടെ മനസ്സിലാക്കണം.
വളരെ ക്വിക്ക് ബെനിഫിറ്റ് ഒക്കെ അവർക്ക് കിട്ടും. പക്ഷെ അവിടെ ഒളിഞ്ഞു കിടക്കുന്ന വേറൊരു പ്രശ്നമുണ്ട്. ഈ കോൺട്രാക്ട് വർക്കേഴ്സിനെ വെക്കുന്ന ടൈമിൽ അത് കമ്പനികൾക്ക് ഇറ്റ് വിൽ ബി ഫ്ലെക്സിബിൾ ഫോർ ദം ഡ്യൂറിങ് അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് ഓൾ. പക്ഷെ ഒരുപാട് കോൺട്രാക്ട് വർക്കേഴ്സിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എസ്പെഷ്യലി ത്രൂ ദി ഔട്ട്സൈഡ് കോൺട്രാക്ടേഴ്സ് അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, അത് ഈ കോൺട്രാക്ട് വർക്കേഴ്സ് ഇവർ ആ ഒരു പെർമനന്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അവർ ആ കമ്പനിയായിട്ട് അധികം ലോയലൊന്നും ആയിരിക്കില്ല. സോ ദേ മേ നോട്ട് ഫീൽ ലോയൽ ടു ദ കമ്പനി. അതേപോലെ തന്നെ ഇതിൽ ഇടയിൽ വരുന്ന ഈ കോൺട്രാക്ടർ ഉണ്ടല്ലോ, ഇതിലിടയിൽ കളിക്കുന്ന ആ ഒരു മിഡിൽ മാൻ, ഓക്കെ, അവർക്ക് ക്വാളിറ്റിയെ പറ്റിയിട്ടൊന്നും നോക്കേണ്ട കാര്യമില്ല. അവർക്ക് ആൾക്കാരെ കൊടുത്താൽ മതി. സോ ദിസ് ലീഡ്സ് ടു ലെസ് എഫേർട്ട് ഫ്രം വർക്കേഴ്സ്. അതേപോലെ തന്നെ ഒരു തരത്തിലുള്ള ട്രെയിനിങ് കൊടുത്താലല്ലേ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു ഇന്നോവേഷനൊക്കെ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു തരത്തിലുള്ള ഇന്നോവേഷനും വരാൻ സാധ്യത വളരെ കുറവാണ്. ഈ കോൺട്രാക്ട് വർക്കേഴ്സ് അവർ വരും പോവും, പെട്ടെന്ന് വരും പെട്ടെന്ന് പോവും. ഓക്കെ, ദി വർക്കേഴ്സ് കം ആൻഡ് ഗോ ക്വിക്ലി. കമ്പനീസ് ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ ട്രെയിനിങ് ഓർ സ്കിൽ ബിൽഡിംഗ്. അത് തന്നെ ആ ഒരു പ്രൊഡക്ടിവിറ്റിയെ കുറയ്ക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, ആൻഡ് ഒരു ലോങ് റണ്ണിൽ ഇന്നോവേഷനോ കാര്യങ്ങളൊന്നും വരില്ല. വളരെ വലിയൊരു പ്രൊഡക്ടിവിറ്റി ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. ഈ കോൺട്രാക്ട് വർക്കേഴ്സിനെ ഉപയോഗിക്കുന്ന കമ്പനികൾ 31% ദേ ആർ ലെസ് പ്രൊഡക്റ്റീവ് ദാൻ ദോസ് യൂസിങ് ദി റെഗുലർ വർക്കേഴ്സ്. ഓക്കെ, സ്മോൾ ഫേംസിലൊക്കെ ഏകദേശം 36% ഗ്യാപ്പ്, മീഡിയം ഫേംസിൽ അത് 23%ഒക്കെയാണ്. പിന്നെ ഇൻഡസ്ട്രീസ് ദാറ്റ് നീഡ്സ് ലോട്ട് ഓഫ് ഹ്യൂമൻ ലേബർ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് പോലെയുള്ള കുറച്ച് സാധനങ്ങളിൽ ഈ കോൺട്രാക്റ്റിൽ തന്നെ ഹെവിലി റിലേ ചെയ്യുന്ന കുറച്ച് ടീമുകളുണ്ട്. ഓക്കെ, അവർക്ക് 42% പ്രൊഡക്ടിവിറ്റി കുറവാണ് അവർക്ക്. ഓക്കെ, ഈവൺ ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ഫോർ ലൊക്കേഷൻസ് ആൻഡ് അതർ ഡിഫറൻസസ് ആൻഡ് ഓൾ. ഈ ചെറിയ അതായത് ഈ കോസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ അത് അവർക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഈ സ്മോൾ ആൻഡ് മീഡിയം കമ്പനീസ് ഇവർ ഈ കോൺട്രാക്ട് വർക്കേഴ്സിന് വെക്കുന്നത് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഓർ ഫോർ ഫോളോയിങ് ദി ലേബർ ലോസ്. ഓക്കെ, ആ ഒരു ലേബർ ലോസ് ഒന്ന് ഫോളോ ചെയ്യാതിരിക്കാനും പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ചെറുകിട കമ്പനികൾ കോൺട്രാക്ട് വർക്കേഴ്സിന് കൂടുതൽ വെക്കുന്നത്. ഓക്കെ, ബട്ട് ദിസ് ലോവേഴ്സ് ദെയർ എഫിഷ്യൻസി ആൻഡ് ഇറ്റ് വിൽ ഹേർട്ട് ദം ഇൻ ദ ലോങ് റൺ. ഓക്കെ, അതായത് ഈ ലാർജ് ഹൈ സ്കിൽ കമ്പനീസ്, ഇതൊക്കെ ചില എക്സംഷൻസ് ആണ് കേട്ടോ, അത് വളരെ റെയർ ആണ്. വളരെ ലാർജ് ആയിട്ടുള്ള ഹൈ സ്കിൽ കമ്പനീസ് ഇവർ കോൺട്രാക്ട് വർക്കേഴ്സിനെ വെച്ചിട്ട് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. അവരുടെ പ്രൊഡക്ടിവിറ്റി ഏകദേശം 20% കൂടിയ കമ്പനീസും ഉണ്ട്. പിന്നെ ഈ ക്യാപിറ്റൽ ഹെവി ലാർജ് ഫേംസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്കും ഒരു 17% അടുത്ത് അവർക്ക് ഗെയിൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ എക്സംഷൻസ് ദേ ആർ ഓൺലി 20% ഓഫ് ഫോർമൽ മാനുഫാക്ചറിങ്. 20% ഇതുള്ളൂ. മെജോറിറ്റി, അതായത് 80% ദേ സ്റ്റിൽ സഫർ ഫ്രം യൂസിങ് ടു മെനി കോൺട്രാക്ട് വർക്കേഴ്സ്. സോ ഈ ഒരു കോൺട്രാക്ട് വർക്കേഴ്സിനെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് പൈസ ലാഭമൊക്കെയാണ്, പക്ഷെ അത് അവരുടെ പ്രൊഡക്ടിവിറ്റിയെ വളരെയധികം കുറയ്ക്കുന്നുണ്ട് ഒരു ലോങ് ടേമിൽ. മോസ്റ്റ് ഓഫ് ദ ഫേംസ്, എസ്പെഷ്യലി സ്മോൾ ആൻഡ് ലേബർ ഹെവി ആയിട്ടുള്ള ആൾക്കാർ, ദേ സഫർ എഫിഷ്യൻസി ലോസ് വെൻ ദേ റിലേ ടു മച്ച് ഓൺ കോൺട്രാക്ട് ലേബർ. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് ICJയുടെ ഒപ്പീനിയൻ സ്റ്റേറ്റ് ഓൺ ക്ലൈമറ്റ് ഒബ്ലിഗേഷൻ. സോ ഇത് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ പ്രതീക്ഷിക്കാം. മെയിൻസിൽ GS പേപ്പർ 3 ഈ കൺസർവേഷൻ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ഡീഗ്രഡേഷൻ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ജൂലൈ 23 നമ്മുടെ ICJ, അതായത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അവർ പറഞ്ഞു, അതായത് ഒരു ലീഗൽ ഒപ്പീനിയൻ കൊടുത്തു. അതായത് ഈ കൺട്രീസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ക്ലൈമറ്റ് ചേഞ്ചിനെ എങ്ങനെയാണ് അവർ ഫൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ലീഗൽ ഒപ്പീനിയൻ കൊടുക്കാനുണ്ടായത്, എസ്പെഷ്യലി അബൌട്ട് റെഡ്യൂസിങ് ദി ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. സോ ഇതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ദേ സപ്പോർട്ടഡ് ദി ഐഡിയ ദാറ്റ് കൺട്രീസ് മസ്റ്റ് വർക്ക് ടുഗെദർ ടു സ്റ്റോപ്പ് ക്ലൈമറ്റ് ചേഞ്ച്. ഇതെന്തുകൊണ്ടാണ് അതായത് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ചില രാജ്യങ്ങൾ, US പോലെ, ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം ട്രംപിന് ഈ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊന്നും പ്രശ്നമല്ല, നമ്മളെ ബാധിക്കുന്നതല്ല എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ, പിന്നെ പുള്ളി ഏതൊക്കെയോ ക്ലൈമറ്റ് എഗ്രിമെന്റ്സ് എന്നൊക്കെ പിൻവാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് സം കൺട്രീസ് ലൈക്ക് ദി US had pulled out of climate agreements before. So the opinion reaffirms its global cooperation. ഇവിടെ രണ്ട് മെയിൻ ആയിട്ടുള്ള കൺസേൺസ് ആണ് നോക്കേണ്ടത്. അതായത് നമ്മുടെ പാരീസ് എഗ്രിമെന്റ് ഉണ്ടല്ലോ, പാരീസ് എഗ്രിമെന്റ് എന്നുള്ളത് ഇറ്റ് ഈസ് എ ലീഗലി ബൈൻഡിങ് ഇന്റർനാഷണൽ ട്രീറ്റി ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. 2015 അഡോപ്റ്റ് ചെയ്തതാണ്. ഓക്കെ, ആ COP21 ക്ലൈമറ്റ് കോൺഫറൻസ്, ഇറ്റ് വാസ് എ ക്ലൈമറ്റ് കോൺഫറൻസ് ഇൻ പാരീസ്. സോ ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള ഗോളുകൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഈ ഗ്ലോബൽ വാർമിങ്ങിനെ കഴിയുന്നതും 2 ഡിഗ്രി സെൽഷ്യസിൽ താഴോട്ട് കൊണ്ടുവരിക, പ്രിഫറബിളി 1.5 ഡിഗ്രി സെൽഷ്യസ് ആക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, കമ്പയർ ടു ദി പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽസ്.
സോ ഐ സി ജിയുടെ ഈ ഒപ്പീനിയൻ ഇറ്റ് മേ ഹാവ് ഇന്റർപ്രറ്റഡ് ദി പാരീസ് എഗ്രിമെന്റ്സ് ഗോൾ ഇൻ എ സ്ട്രിക്റ്റ് വേ. ഓക്കെ, രണ്ട് കൺസേൺസ് ആണുള്ളത്. ഒന്ന്, ഐ സി ജിയുടെ ഈ ഒരു ഒപ്പീനിയൻ അത് ഇറ്റ് മേ ഹാവ് ഇന്റർപ്രറ്റഡ് ദി പാരീസ് എഗ്രിമെന്റ് ഗോൾസ് ഇൻ എ സ്ട്രിക്റ്റ് വേ. അതേപോലെ തന്നെ ഇറ്റ് ഡി നോട്ട് ഫുള്ളി കൺസിഡർ ദി ഡെവലപ്മെന്റ് നീഡ്സ് ഓഫ് ഗ്ലോബൽ സൗത്ത്. അതായത് നമ്മുടെ അവിടെയുള്ള കുറച്ച് പാവപ്പെട്ട രാജ്യങ്ങളാണല്ലോ. ഓക്കെ, സോ അവരുടെ കാര്യമൊന്നും ഇവർ നേരെ കൺസിഡർ ചെയ്തില്ല. ഓക്കെ, അവർക്ക് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി വേണമല്ലേ വൈൽ സ്റ്റിൽ ഫൈറ്റിംഗ് ദി ക്ലൈമറ്റ് ചേഞ്ച്. ഈ ഐ സി ജെ ഇവർ പറഞ്ഞു, അതായത് കൺട്രീസ് ഹാവ് ക്ലിയർ ഡ്യൂട്ടീസ് ടു റെഡ്യൂസ് എമിഷൻസ് ആൻഡ് ദർ ആർ ലീഗൽ കോൺസിക്വൻസസ് എന്നാണ് അവർ പറഞ്ഞത്. അത് അവർ ചെയ്തില്ലെങ്കിൽ, ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ച് അവർ കുറച്ചില്ലെങ്കിൽ, ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് പോലുള്ള കാര്യങ്ങൾ അവർ കുറച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്, ലീഗൽ കോൺസിക്വൻസസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. സോ ഇറ്റ്സ് എ ബിഗ് സ്റ്റെപ്പ് ഫോർ ക്ലൈമറ്റ് ജസ്റ്റിസ് അല്ലേ. ബട്ട് ദർ ആർ കൺസേൺസ് അബൌട്ട് ഫെയർനെസ് ഫോർ ഡെവലപ്പിംഗ് നേഷൻസ്. പിന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞത്, അതായത് ഐ സി ജി പറഞ്ഞത്, ഈ ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി നമുക്ക് മെയിനായിട്ട് ഈ 3 കീ എഗ്രിമെന്റ്സ് ഉണ്ട്. ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒന്ന് UNFCCC ആണ് 1992, പിന്നെ ക്യോട്ടോ പ്രോട്ടോകോൾ ആണ് 1997, പിന്നെ 2015 പാരീസ് എഗ്രിമെന്റ് ആണ്. UNFCCC എന്നുള്ളത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഇതൊരു ഇന്റർനാഷണൽ ട്രീറ്റി ആണ്. ഇത് അഡോപ്റ്റ് ചെയ്തത് 1992 ഓക്കെ, ഇറ്റ് ഈസ് ടു അഡ്രസ് ദി ത്രെറ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഈ മനുഷ്യന്മാരുടെ ഒരുപാടുള്ള ഒരു ഹ്യൂമൻ ഇന്റർഫിയറൻസ് അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. Okay, it aims to prevent the dangerous human interferences with the climate system by stabilizing the greenhouse concentration in the atmosphere. ഓക്കെ, ഈ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെയും നമ്മുടെ പാരീസ് എഗ്രിമെന്റിന്റെ ഒരു പാരന്റ് ട്രീറ്റി ആയിട്ട് നമുക്ക് ഈ UNFCCC കണക്കാക്കാം. ഓക്കെ, അതേപോലെ ക്യോട്ടോ പ്രോട്ടോക്കോള്, സോ ഈ ഒരു ക്യോട്ടോ പ്രോട്ടോക്കോളും ഇതൊരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണ് വിച്ച് ഈസ് ലിങ്ക് ടു ദി UNFCCC. ഇത് ടോക്കിയോയിൽ വെച്ചിട്ടാണ്, ടോക്കിയോ അല്ല, ജപ്പാനിലെ ക്യോട്ടോയിൽ വെച്ചിട്ടാണ് ഇത് അഡോപ്റ്റ് ചെയ്തത് 1997. ആൻഡ് ഇതും മെയിനായിട്ട് എയിം ചെയ്യുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, എസ്പെഷ്യലി അവർ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസിന്റെ ആയിരുന്നു. ഓക്കെ, അതാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. പിന്നെ പാരീസ് എഗ്രിമെന്റ് നമ്മൾ പറഞ്ഞല്ലോ. സോ UNFCCCയും ക്യോട്ടോ പ്രോട്ടോക്കോളും പാരീസ് എഗ്രിമെന്റും ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. ഇത് 3 മാറ്റർ ചെയ്യുന്നുണ്ട് എന്നാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞത്. നമ്മുടെ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്ക പോലെയുള്ള കുറച്ച് റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾ പറഞ്ഞു, അതായത് പാരീസ് എഗ്രിമെന്റ് മാത്രമേ ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ളൂ, ബാക്കിയൊന്നും നോക്കേണ്ട കാര്യം ഞങ്ങൾക്ക് ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞു ഈ ക്ലൈമറ്റ് റെജീമിന്റെ, അതായത് ഓൾ പാർട്ട് ഓഫ് ദ ക്ലൈമറ്റ് റെജീം ആർ കണക്റ്റഡ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, സോ ഈ ഡെവലപ്ഡ് കൺട്രീസ് അവർക്കാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളത്. ഓക്കെ, സോ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ ഈ റിച്ച് ആയിട്ടുള്ള കൺട്രീസിനെ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു, അതായത് ദേ സ്റ്റിൽ ഹാവ് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, വളരെ പൂർ ആയിട്ടുള്ള നേഷൻസിന് ക്ലൈമറ്റ് ഫിനാൻസ് അവർ പ്രൊവൈഡ് ചെയ്യണം, ഗ്രീൻ ടെക്നോളജീസ് അവരുമായിട്ട് ഷെയർ ചെയ്യണം. ആൻഡ് ഈ ഗ്ലോബൽ സൗത്തിൻ്റെയിലോട്ട് വന്നപ്പോൾ അവർ കോർട്ട് പറഞ്ഞത് ഇറ്റ് ഷുഡ് റിച്ച് കൺട്രീസ് ദേ മസ്റ്റ് ഹെൽപ്പ് ബിൽഡ് ക്ലൈമറ്റ് കപ്പാസിറ്റി ഇൻ ദി ഗ്ലോബൽ സൗത്ത് എന്നാണ്. ഓക്കെ, ഈ ഒരു ഡെവലപ്ഡ് നേഷൻസിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതിൽ ഈ UNFCCCക്ക് അവർക്കൊരു ലിസ്റ്റ് ഉണ്ട്, Annex 1 and 2. ഈ ലിസ്റ്റിൽ അതായത് എന്താണ് മാനദണ്ഡം, ഡെവലപ്ഡ് നേഷൻസ് ആയിട്ട് കണക്കാക്കുന്നതിനുള്ള മാനദണ്ഡമൊക്കെ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ക്ലൈമറ്റ് ജസ്റ്റിസിന്റെ ഹാർട്ടായിട്ട് പറയുന്നത് ഈ CBDR and RC ആണ്. ഓക്കെ, ഈ CBDR and RC എന്നുള്ളത് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റെസ്പെക്റ്റീവ് കേപ്പബിലിറ്റീസ് ആണ്. സോ ഇതിലൂടെ പറയുന്നത് ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്. പക്ഷെ ഈ റിച്ച് ആയിട്ടുള്ള കൺട്രീസ് ദേ മസ്റ്റ് ഡു, ബിക്കോസ് അവരാണ് അവർ ഈ റിച്ച് ആയത് ഒരു കാലത്ത് കൂടുതൽ പൊല്യൂഷൻ പുറത്തേക്ക് വിട്ടിട്ടാണ്. ഓക്കെ, അവരുടെ കയ്യിലാണ് ഇപ്പോൾ റിസോഴ്സസ് കൂടുതലുള്ളതും. അപ്പോൾ അവരാണ് ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. കോർട്ട് ഉദ്ദേശിച്ചത് അതാണ്. ആൻഡ് കോർട്ട് സെഡ് ദാറ്റ് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എ ക്ലൈമറ്റ് റൂൾ, ഇതൊരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ആണെന്നാണ് പറഞ്ഞത്, ഈവൻ ഫോർ അതർ ഏരിയാസ് ലൈക്ക് ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷൻ ആൻഡ് ഓൾ. സോ പാരീസ് എഗ്രിമെന്റ് ഈ ICJ പറഞ്ഞു, ദേ ഓൾസോ അഡ്മിറ്റഡ് ദാറ്റ് ഈ ഒരു പാരീസ് എഗ്രിമെന്റ് ഇറ്റ് മെയ്ഡ് ദ റൂൾസ് മോർ ഫ്ലെക്സിബിൾ. ഓക്കെ, ആൻഡ് ഇറ്റ് ഇൻട്രൊഡ്യൂസ് ദി ഫ്രേസ് ഇൻ ദി ലൈറ്റ് ഓഫ് നാഷണൽ സർക്കംസ്റ്റൻസസ്.
സോ ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു റിച്ച് കൺട്രീസും പുവർ കൺട്രീസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അത് ഫിക്സ്ഡ് അല്ല, അത് കാലത്തിനനുസരിച്ച് അത് മാറും എന്നാണ് ഉദ്ദേശിച്ചത്. സോ ICJ supported the climate justice and reminded rich countries of their greater role. Okay, so it upheld the idea that developing nations deserve help. ഓക്കെ, സോ ഇറ്റ് ട്രീറ്റഡ് ക്ലൈമറ്റ് എഗ്രിമെന്റ് ആസ് വൺ കംപ്ലീറ്റ് സിസ്റ്റം. ഓക്കെ, അതായത് സെപ്പറേറ്റ് പീസസ് അല്ലാണ്ട് ഇതെല്ലാം ഒരു ഇതിൽ വരണ കാര്യങ്ങളാണെന്ന് കോടതി ഒന്ന് ഓർമ്മിപ്പിച്ചു. സോ ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഗോൾസ് ആണ് ഇവർ അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, ICJ. സോ നമുക്കറിയാം ഈ ഒരു പാരീസ് എഗ്രിമെന്റ് എന്താണ് പറഞ്ഞത്? ആ ഒരു ഗ്ലോബൽ വാർമിംഗ് 2 ഡിഗ്രി സെൽഷ്യസിന് താഴെ നിർത്തണം, കഴിയുന്നതും 1.5 ഡിഗ്രി സെൽഷ്യസ് ആക്കണം എന്നുള്ളതാണ്. ICJ പറഞ്ഞു ഈ 1.5 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് അതാണ് മെയിൻ ആയിട്ടുള്ള ഗോൾ, ഇപ്പോഴുള്ള മെയിൻ ഗോൾ അതാണ്. ഈ റീസെന്റ് ആയിട്ടുണ്ടായ ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, അതായത് COP26ഉം COP28ലും ഈ റീസെന്റ് ഉണ്ടായ ക്ലൈമറ്റ് സമ്മിറ്റ്സിലൊക്കെ ഉൾത്തിരിഞ്ഞു വന്ന ഒരു ആശയം ഇതാണ്. ഓക്കെ, സോ ഇത് എന്തുകൊണ്ടാണ് കോൺട്രവേഴ്ഷ്യൽ ആവുന്നതെന്ന് വെച്ചാൽ സയന്റിസ്റ്റ് സേ ദ വേൾഡ് മേ സൂൺ ക്രോസ് ദ 1.5 ഡിഗ്രി സെൽഷ്യസ് മാർക്ക്. ഓക്കെ, സോ ഈ ICJ ഇതിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞില്ല. അതായത് കൺട്രീസ് ഇത് അവരങ്ങനെ അത് നിർത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു കോൺസിക്വൻസസ് എന്താണ് എന്നുള്ള കാര്യം ഒന്നും എടുത്തു പറഞ്ഞില്ല. ദേ ഡി നോട്ട് സേ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് കൺട്രീസ് ഫെയിൽ ടു മീറ്റ് ദിസ് ന്യൂ ഗോൾ. ഓക്കെ, പിന്നെ ഈ ICJ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത്, ദേ ഹെവിലി യൂസ്ഡ് ദി IPCC's ലേറ്റസ്റ്റ് റിപ്പോർട്ട്. IPCC എന്നുള്ളത് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഓക്കെ, സോ എസ്പെഷ്യലി കുറച്ച് ഗ്ലോബൽ ടാർഗറ്റ്, അതായത് 2030 കൂടിയിട്ട് 43% എമിഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ദേ ഷുഡ് കട്ട് എമിഷൻ ബൈ 43% ബൈ 2030. അതേപോലെ തന്നെ 2035 ആകുമ്പോഴേക്കും അതായത് ഒരു 65% എമിഷൻസ് കുറയ്ക്കണം എന്നാണ് അവർ പറഞ്ഞത്. സോ ഈ ഒരു നമ്പേഴ്സ് വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇതിൽ ഒരു തരത്തിലുള്ള ഫെയർനെസ്സും നമുക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാ കൺട്രീസിനും ഇവർ സെയിം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഡെവലപ്ഡ് രാജ്യങ്ങളും ഡെവലപ്പിംഗ് നേഷൻസും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അവർ മനസ്സിലാക്കണം. അതേപോലെ UN ക്ലൈമറ്റ് മീറ്റിംഗിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞു, മെനി സെഡ് ദിസ് ഗോൾ ഇഗ്നോർ ദ നീഡ് ഫോർ പുവർ നേഷൻസ്. ആ ഒരു നമ്മൾ പറഞ്ഞില്ല ഈ CBDR ആൻഡ് RC, ആ ഒരു ഫെയർനെസ് പ്രിൻസിപ്പിൾ അതിനെ നെഗ്ലക്ട് ചെയ്യുന്നത് പോലെയാണെന്ന് ആൾക്കാർ പറഞ്ഞു. സോ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞത് 1.5 ഡിഗ്രി സെൽഷ്യസ് ഗോള് അത് ഇറ്റ് ഈസ് ലീഗലി സെൻട്രൽ ആൻഡ് സോ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമൊന്നും എടുത്ത് പറഞ്ഞില്ല. ആൻഡ് ഇറ്റ് യൂസ്ഡ് സ്ട്രിക്റ്റ് IPCC ടാർഗറ്റ്സ് without fully considering how unfair they may be to developing countries. പിന്നെ ICJ ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്തു, അതായത് കൺട്രീസ് അവരെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യണം ആ ഒരു എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു ഒബ്ലിഗേഷൻ ഓഫ് കോൺട്രാക്റ്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ബട്ട് ദേ ആർ നോട്ട് ലീഗലി പണിഷബിൾ. ഓക്കെ, ദേ ആർ നോട്ട് ലീഗലി പണിഷ്ഡ്. അവരിപ്പോൾ അത് ഇവർ പറഞ്ഞൊരു അളവിനേക്കാളും കുറവായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറവല്ല, കൂടിക്കഴിഞ്ഞാൽ പോലും അവരൊരു പണിഷ് ചെയ്യൊന്നുമില്ല. ഓക്കെ, അതായത് ദേ ആർ നോട്ട് ലീഗലി പണിഷ്ഡ് ഇഫ് ദേ ഫെയിൽ ടു മീറ്റ് ദെയർ ക്ലൈമറ്റ് ഗോൾസ്. ഓക്കെ, ഇപ്പോൾ ഒരു രാജ്യം, അതായത് അവരൊരു പ്ലാൻ സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ NDC എന്നാണ് പറയുക, നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ എന്നാണ് പറയുക. ഓക്കെ, ഇത് ഈ പാരീസ് എഗ്രിമെന്റിന്റെ അണ്ടറിൽ ആ ഒരു ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്നതാണത്. ഓക്കെ, ദർ ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ സബ്മിറ്റഡ് ബൈ കൺട്രീസ് അണ്ടർ ദി പാരീസ് എഗ്രിമെന്റ്. അതാണ് ഈ ഒരു നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ NDCs എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവരിപ്പോൾ അത് NDC സബ്മിറ്റ് ചെയ്തു, പക്ഷെ അവർ പണിഷ് ചെയ്യില്ല. ഓക്കെ, അവർ എമിഷൻ അവർ ഡ്രോപ്പ് ചെയ്തില്ലെങ്കിലും അവർ പണിഷ് ചെയ്യുന്നില്ല. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് പണിഷ്ഡ് ഇഫ് ഇറ്റ്സ് എമിഷൻ ഡോണ്ട് ഡ്രോപ്പ് ആസ് എക്സ്പെക്റ്റഡ്. സോ റിയൽ ആയിട്ടുള്ള ലീഗൽ ഡ്യൂട്ടി എന്താന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു NDCs റെഗുലറായിട്ട് സബ്മിറ്റ് ചെയ്യുക, പ്രോഗ്രസ് റിപ്പോർട്ട് ചെയ്യുക. ഇവിടെ ദർ ആർ നോ സ്ട്രിക്റ്റ് ലീഗൽ ഡ്യൂട്ടി ടു ആക്ച്വലി അച്ചീവ് ദി ടാർഗറ്റ് ഇൻ ദോസ് NDCs. പിന്നെ കോർട്ട് പറഞ്ഞത് ഈ നാഷണൽ ഓർ ഇന്റർനാഷണൽ കോർട്ട് അവർക്ക് മാത്രമേ പ്രോപ്പർ ജൂറിസ്ഡിക്ഷൻ ഉള്ളൂ ആക്ഷൻ എടുക്കാൻ എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, സോ ഈച്ച് കേസ് മസ്റ്റ് ബി ജഡ്ജ്ഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് സ്പെസിഫിക് ഫാക്ട്. അതേപോലെ ICJയുടെ ഒപ്പീനിയൻ ഇറ്റ് സപ്പോർട്ട്സ് ദി ഒറിജിനൽ പാരീസ് എഗ്രിമെന്റ്, പക്ഷേ ഇറ്റ് ഡസ് നോട്ട് ആഡ് ന്യൂ എൻഫോഴ്സ്മെന്റ് പവേഴ്സ് ഓർ മേക്ക് ഇറ്റ് ഈസിയർ ടു പണിഷ് കൺട്രീസ് ഫോർ നോട്ട് കംപ്ലൈങ് വിത്ത് ദിസ്.
ICJ കൺഫേം ചെയ്തു, അതായത് കൺട്രീസ് ദേ മസ്റ്റ് ആക്ട് ഓൺ ക്ലൈമറ്റ് എന്നുള്ള കാര്യം കൺഫേം ചെയ്തു. പക്ഷേ ദേ ഡോണ്ട് ഹാവ് ടു ഗ്യാരണ്ടി റിസൾട്ട്. ഓക്കെ, ലീഗൽ ഒബ്ലിഗേഷൻസ് ആണ്. ഓക്കെ, ഇറ്റ് ആർ പ്രൊസീജറൽ, നോട്ട് പെർഫോമൻസ് ബേസ്ഡ്. നോ സ്ട്രോങ്ങർ എൻഫോഴ്സ്മെന്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സോ ഇത് ബീഹാറിലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. ഓക്കെ, സോ ഇത് ഇലക്ട്രൽ റിഫോംസ് ഒക്കെ നമുക്ക് UPSCയുടെ ഒരു മെയിൻ ഏരിയാസാണ്. ഓക്കെ, ഇറ്റ് ഷോസ് ദി പ്രോബ്ലംസ് ഇൻ വോട്ടർ വെരിഫിക്കേഷൻ അല്ലേ, ഒരു ബെറ്റർ സിസ്റ്റം വേണ്ട ഒരു ആവശ്യമുണ്ട് അവിടെ. അതേപോലെ ഈ റൈറ്റ് ടു വോട്ട്, ഇറ്റ് ഹൈലൈറ്റ്സ് ദി റൈറ്റ് ടു വോട്ട് അല്ലേ, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് റൈറ്റ് ആണ്. പിന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒക്കെ റോൾ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റോള്, ഇറ്റ് ഷോസ് ഹൗ ദി ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് സുപ്രീം കോർട്ട് ഷുഡ് ഫങ്ഷൻ ഇൻ എ ഡെമോക്രസി എന്ന് കാണിക്കുന്ന ഒരു ന്യൂസാണത്. സോ നമുക്കറിയാം ബീഹാറിൽ നമ്മുടെ മുമ്പത്തെ ഒരുപാട് സെഷൻസിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ബീഹാർ ഈസ് അപ്ഡേറ്റിംഗ് ദർ വോട്ടർ ലിസ്റ്റ്. ഓക്കെ, ആർക്കൊക്കെ വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ലിസ്റ്റ് അവർ അപ്ഡേറ്റ് ചെയ്യണം. 65 ലക്ഷത്തോളം ആൾക്കാർക്ക് ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് പുറത്തു വരുന്ന ന്യൂസ്. ഓക്കെ, അവർ ആ ലിസ്റ്റിലില്ല, 65ഓളം ആൾക്കാരുടെ പേര് ലിസ്റ്റിലില്ല. ഇവരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത ആൾക്കാരാണ്. ഇപ്പോൾ പെട്ടെന്നാണ് ഇവർ ലിസ്റ്റിൽ നിന്ന് ഔട്ടായത്. ഇന്ന് ഇവർ റീസണായിട്ട് കൊടുത്തിരിക്കുന്നത് ഒന്നെങ്കിൽ അവർ മരിച്ചുപോയി അല്ലെങ്കിൽ അവർ ഷിഫ്റ്റ് ചെയ്തു, ആ സ്ഥലത്ത് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട് അവിടെ. ആൻഡ് ഇവർ മുമ്പ് എവിടെയാണോ ഉണ്ടായിരുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് അവർ ഇപ്പോഴും ഉള്ളത്. സുപ്രീം കോർട്ട് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ഇഫ് ഇറ്റ് ഫൈൻസ് എ മാസീവ് റോങ്ഫുൾ എക്സ്ക്ലൂഷൻ നമ്മൾ ഇടപെടും എന്നാണ് സുപ്രീം കോർട്ട് പറഞ്ഞത്. സോ ഈ വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു സിറ്റിസന്റെ ബേസിക് റൈറ്റ് ആണ്. സിറ്റിസൺസ് ഹാവ് ദ റൈറ്റ് ടു വോട്ട് ആൻഡ് ദിസ് മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. പിന്നെ സെപ്റ്റംബർ 1 വരെ സമയം കൊടുത്തിട്ടുണ്ട്. വല്ല കറക്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും സെപ്റ്റംബർ 1 വരെ. ഫൈനൽ വോട്ടർ ലിസ്റ്റ് റെഡി ആവുന്നത് സെപ്റ്റംബർ 30 കൂടിയിട്ടായിരിക്കും. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഇതൊരു റൊട്ടീൻ റിവിഷനാണ്. ആൾക്കാർക്ക് ഇപ്പോൾ അവരുടെ പേരില്ല എന്നുണ്ടെങ്കിൽ ദേ ക്യാൻ സ്റ്റിൽ അപ്ലൈ ടു ഗെറ്റ് ദെയർ നെയിംസ് ബാക്ക് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. ഓക്കെ, സോ നമ്മൾ മുമ്പത്തെ സെഷൻസിലൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്, അതുകൊണ്ട് ഞാൻ ഒരുപാട് ഇതിലോട്ട് പോകുന്നില്ല. സോ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് ഗിനി ഇൻഡെക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. സോ നമുക്കത് GS പേപ്പർ 3 അവിടെയാണല്ലോ നമ്മൾ ഈ ഡെവലപ്മെൻറ്റും ഇൻഇക്വാലിറ്റിനെ പറ്റിയിട്ടൊക്കെ നോക്കുന്നത്. GS പേപ്പർ 3 ഓക്കെ, സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ GS പേപ്പർ 2 സോഷ്യൽ ജസ്റ്റിസ് വെൽഫെയർ എന്നൊരു ഹെഡിൽ നമുക്കത് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഗിനി ഇൻഡെക്സ് ഇറ്റ് ഈസ് നോട്ട് ഇനഫ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഗവൺമെൻറ് കുറച്ചും കൂടി ബെറ്റർ ടൂൾസ് കൊണ്ടുവരണം. ഈ ഒരു മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സും ജെൻഡർ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പോലെയുള്ള സാധനങ്ങളാണ് കുറച്ചും കൂടി നന്നാക്കേണ്ടത്. ഇവിടെ ഗിനി ഇൻഡെക്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ സോ ഗിനി ഇൻഡെക്സ് പറയുന്നത് ഇന്ത്യ ഭയങ്കര ഈക്വൽ ആണെന്നുള്ളതാണ്. ഓക്കെ, അത് തന്നെ ഏറ്റവും വലിയ മിസ്ലീഡിംഗ് ആണ്. റിയൽ ലൈഫ് ഇൻഇക്വാലിറ്റി, അതായത് ഈ എസ്പെഷ്യലി ഈ വെൽത്ത്, ജെൻഡർ, എഡ്യൂക്കേഷൻ, ഡിജിറ്റൽ ആക്സസ്, ഇതിലുള്ള ഇൻഇക്വാലിറ്റി വളരെയധികം വലുതാണ് ഇന്ത്യയിൽ. സോ ദിസ് ഇസ് ബിക്കോസ് ദി ഗിനി ഇൻഡെക്സ് മിസ്സസ് മെനി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ്. ഓക്കെ, ഒരു ബെറ്റർ പോളിസി മേക്കിങ്ങിന് ഇന്ത്യക്ക് വേണ്ടത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അക്യുറേറ്റ് വേസ് ആണ് ടു മെഷർ ദി ഇൻഇക്വാലിറ്റി. ഓക്കെ, സോ ഇവിടെ ഗിനി ഇൻഡെക്സ് ഈ രാജ്യങ്ങളിലുള്ള ഇൻഇക്വാലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻകം ഇൻഇക്വാലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണത്. അപ്പോൾ 0 തൊട്ട് 100 വരെ, 0 എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ഇക്വാലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്, 100 ആണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ഇൻഇക്വാലിറ്റിയാണ് കാണുന്നത്. സോ ഇന്ത്യയുടെ സ്കോർ ഇവിടെ 25.5 ആണ്. ഓക്കെ, ലുക്സ് ലൈക്ക് ഇന്ത്യ ഈസ് വെരി ഈക്വൽ അല്ലേ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതായത് നമ്മുടെ ഈ നാഷണൽ ഇൻകത്തിൻ്റെ 2022-23 കണക്കെടുക്കുമ്പോൾ നാഷണൽ ഇൻകത്തിൻ്റെ 22% കിട്ടുന്നത് ഈ ടോപ്പ് നിൽക്കുന്ന 1% ആളുകൾക്കാണ്. ഓക്കെ, ദി ടോപ്പ് 1% പീപ്പിൾ ഗെറ്റ് 22% ഓഫ് ദി നാഷണൽ ഇൻകം. ഇത് തന്നെ കാണിക്കുന്നത് വളരെ വലിയ ഇൻഇക്വാലിറ്റി ആണല്ലേ. ഈവൻ ദോ ദ ഗിനി സ്കോർ ഈസ് ലോ, ഇറ്റ് ഷോസ് എ വെരി ഹ്യൂജ് ഇൻഇക്വാലിറ്റി. ഇവിടെ ഡാറ്റയിൽ വരുന്ന ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് ഇൻഫോർമൽ വർക്കേഴ്സ് ഉണ്ട്, അവരുടെ ഇൻകം ഒന്നും ഇവിടെ റെക്കോർഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് റെക്കോർഡ് പ്രോപ്പർലി. സോ ഈ ഒരു ഗിനി സ്കോർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻകംപ്ലീറ്റ് ഓർ വീക്ക് ഡാറ്റ. ഇപ്പോൾ ഈ ഗിനി ഇൻഡെക്സ് മിസ് ചെയ്യുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ഇൻഇക്വാലിറ്റീസ് ഉണ്ട്. അതായത് ഈ വെൽത്തും ഇൻകവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അതായത് ഈ ഗിനി ഇൻഡെക്സിൽ ഇൻകം മാത്രമേ നോക്കുന്നുള്ളൂ, വെൽത്തിനെ പറ്റിയിട്ട് നോക്കുന്നില്ല. വെൽത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക്
നമുക്ക് ഈ ലാൻഡ്, അതേപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത്, സേവിങ്സ്, ഇതൊക്കെ വെൽത്തിൽ പെടും അല്ലേ? ഇന്ത്യയിൽ വെൽത്താണ്, സി ഇന്ത്യയിൽ വെൽത്ത് ഈസ് മോർ അൺഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ദാൻ ഇൻകം. ജെൻഡർ ഇൻഇക്വാലിറ്റിയുടെ കാര്യം എടുക്കുമ്പോൾ 35.5% സ്ത്രീകളാണ് വർക്ക് ഫോഴ്സിന്റെ പാർട്ടായിട്ടുള്ളൂ. ഓക്കെ, ഇന്ത്യയിലെ ഓൺലി 35.5% ഓഫ് വുമൺ ആർ പാർട്ട് ഓഫ് ദി വർക്ക് ഫോഴ്സ്. ഇത് ഗ്ലോബൽ ആവറേജ് വെച്ചിട്ട് ഇറ്റ് ഈസ്, സി അത് എത്രയോ താഴെയാണ്. ഓക്കെ, അതേപോലെ തന്നെ 7.5% ഓഫ് സ്റ്റാർട്ടപ്പുകൾ മാത്രമേ സ്ത്രീകൾ നയിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവർ റൺ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദിസ് ഗ്യാപ്പ് ഈസ് ഇൻ ക്യാപ്ചേർഡ് ഇൻ ദിസ് ഗിനി ഇൻഡെക്സ്. അതേപോലെ ഒരു ഡിജിറ്റൽ ഡിവൈഡ് എടുക്കുമ്പോൾ 52% സ്കൂളുകളിൽ വർക്കിംഗ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഈ റൂറൽ വിമന്റെ കാര്യം എടുക്കുമ്പോൾ 25% സ്ത്രീകൾക്ക് മാത്രമേ ഇന്റർനെറ്റ് ആക്സസ് ലഭിക്കുന്നുള്ളൂ. അത് പുരുഷന്മാരുടെ എണ്ണം 49% ആണ്. ഓക്കെ, സോ ഈ ഒരു ലാക്ക് ഓഫ് ഡിജിറ്റൽ ആക്സസ് അത് അവരുടെ ജോലികളെ ബാധിക്കുന്നുണ്ട്, ജോബ്സിനെ ബാധിക്കുന്നുണ്ട്, എഡ്യൂക്കേഷനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസിനെ ബാധിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഇൻഇക്വാലിറ്റി പിന്നെ പറയണ്ട. അതായത് ഈ ബ്രോഡ്ബാൻഡ് പോലെയുള്ള ഈ നെറ്റ്വർക്ക് ആക്സസ് കിട്ടുന്നുണ്ടല്ലോ, അത് ഓൺലി 41.8% ഓഫ് പീപ്പിൾ ഹാവ് ആക്സസ് ടു ബ്രോഡ്ബാൻഡ്. ഓക്കെ, സോ പുവർ ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് ഇറ്റ് ലിമിറ്റ്സ് പീപ്പിൾസ് ചാൻസസ് ഇൻ ലൈഫ്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോകാം, വിച്ച് ഈസ് കാസിരംഗയിലെ ആ ഒരു ടൈഗർ സെൻസസിനെ കുറിച്ചിട്ടുള്ളൊരു ന്യൂസാണത്. ഓക്കെ, സോ ഇത് GS പേപ്പർ 3ലും അതേപോലെ പ്രിലിംസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻവയോൺമെന്റ് എക്കോളജി എന്നുള്ള ഒരു ഹെഡിൽ, അതായത് ഈ ടൈഗർ കൺസർവേഷൻ എഫേർട്ട്. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സക്സസ്ഫുൾ മോഡൽ ഇൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ. നിങ്ങൾക്ക് ഈ പ്രോജക്ട് ടൈഗർ, NTCA എന്നുള്ളത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ആണ്. അതേപോലെ സ്പീഷീസ് കൺസർവേഷൻ. ഓക്കെ, ഇതിലൊക്കെ ഇറ്റ് ക്യാൻ ബി കോട്ടഡ് ഇൻ ആൻസേഴ്സ് ഓൺ പ്രോജക്ട് ടൈഗർ, NTCA ഓർ സ്പീഷീസ് കൺസർവേഷൻ. അതേപോലെ തന്നെ ഇവിടെ സയന്റിഫിക് വൈൽഡ് ലൈഫ് മോണിറ്ററിംഗ് മെത്തേഡ്സ്, ഇപ്പോൾ ക്യാമറ ട്രാപ്പുകളും അതേപോലെ ഈ സ്പേഷ്യൽ ക്യാപ്ചർ, റീക്യാപ്ചർ ടെക്നിക്കൊക്കെ വഴിയും ഇത് കാണിക്കുന്ന ആ ഒരു മോഡേൺ മെത്തേഡാണ്. ഈ ഒരു കൺസർവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ആ ഒരു മോഡേൺ മെത്തേഡ്സ് ആണ്. അതേപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ റൈറ്റിംഗ് ഡാറ്റ ബാക്ക്ഡ് ആൻസേഴ്സ് ഓൺ ഇംപ്രൂവിങ് ദി കൺസർവേഷൻ ത്രൂ സയൻസ്. കാശിരംഗ എന്നുള്ളത് ഈ ഒരു എക്സാമ്പിൾ ഇറ്റ് സപ്പോർട്ട്സ് ഹൗ നാഷണൽ പാർക്ക് പ്ലേ എ മേജർ റോൾ ഇൻ പ്രൊട്ടക്ടിങ് ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. ആ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയാസിന്റെ റോളാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. പിന്നെ ഈ ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് ടോപ്പിക്സും ജോഗ്രഫിയും. ഓക്കെ, കാശിരംഗ നാഷണൽ പാർക്ക് ആസാമിലാണ്. ഓക്കെ, ഈ ഒരു ബ്രഹ്മപുത്ര ഒരു റിവർ ഫ്ലഡ് പ്ലെയിൻസിന്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. സോ നമ്മൾ ഈ ന്യൂസിലോട്ട് പോകുമ്പോൾ ഈ കാശിരംഗ നാഷണൽ പാർക്കിൽ ഇപ്പോൾ 148ഓളം ടൈഗേഴ്സ് ഉണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. ആൻഡ് ഇറ്റ് ഈസ് ദ തേർഡ് ഹയസ്റ്റ് ടൈഗർ ഡെൻസിറ്റി ഇൻ ഇന്ത്യ. ഇറ്റ് ഹാസ് ദ തേർഡ് ഹയസ്റ്റ് ടൈഗർ ഡെൻസിറ്റി ഇൻ ഇന്ത്യ. 100 സ്ക്വയർ കിലോമീറ്ററിൽ 18.65 ടൈഗേഴ്സ് ആണുള്ളത്, 18.65 ടൈഗേഴ്സ് ആണുള്ളത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ ബന്ദിപ്പൂരാണ്. ഓക്കെ, ബന്ദിപ്പൂർ കഴിഞ്ഞാൽ പിന്നെ കോർബറ്റ് നാഷണൽ പാർക്കിലാണുള്ളത്. സോ ടൈഗേഴ്സിന്റെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. 2022 കാശിരംഗയിൽ 104 ടൈഗേഴ്സ് ആയിരുന്നു. 2024 ആയപ്പോഴേക്കും അത് 148 കൂടി. ഓക്കെ, അതിൽ തന്നെ ഈ വിശ്വനാഥ് റീജിയൻ ഒക്കെ ഉണ്ട്. ആ ഒരു ഡിവിഷനിലുള്ള അതൊന്നും ഇതുവരെ നമ്മൾ സർവേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതെല്ലാം ചെയ്തപ്പോൾ അതിന്റെ എണ്ണം കൂടി. സോ ദിസ് ഷോ സക്സസ്ഫുൾ കൺസർവേഷൻ എഫേർട്സ്. സോ ഇങ്ങനൊരു സക്സസ് സ്റ്റോറി ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഒന്ന്, വളരെ സ്ട്രോങ് പ്രൊട്ടക്ഷൻ കൊടുത്തു എന്നുള്ളതാണ്. ദ ഫോറസ്റ്റ് വർ വെൽ ഗാർഡഡ്. വളരെ സ്ട്രിക്റ്റ് ആക്ഷൻ നമ്മൾ എടുത്തിരുന്നു. ഈ പോച്ചിങ്ങിനും എൻക്രോച്ച്മെന്റും നടത്തുന്നതിന് നമ്മൾ, അതായത് അതിനെതിരെ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുത്തിരുന്നു. അതേപോലെ തന്നെ ഈ സയന്റിഫിക് മെത്തേഡ്സ്, ഈ ക്യാമറ ട്രാപ്പുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നു. ഓക്കെ, അതേപോലെ വി ഫോളോഡ് ദി റൂൾസ് ബൈ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ആൻഡ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഈ സ്പേഷ്യൽ ക്യാപ്ചർ, റീക്യാപ്ചർ ടെക്നിക്ക് നമ്മൾ ചെയ്തിരുന്നു. ഓക്കെ, സോ ഇതൊരു മോഡേൺ ടെക്നിക്കാണ് കേട്ടോ. ഈ ആനിമൽസിനെ കൗണ്ട് ചെയ്യാനുള്ള ഒരു മോഡേൺ ടെക്നിക്കാണ് ക്യാമറാസ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, പിന്നെ ഈ ബെറ്റർ ഹാബിറ്ററ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ദി എഫേർട്ട് ടു റീസ്റ്റോർ ഫോറസ്റ്റ് ആൻഡ് പ്രൊട്ടക്ട് ടൈഗർ ഹോംസ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് നാളെ വേറെ കുറച്ച് ന്യൂസ് ആയിട്ട് കാണാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.